ഇവിടെ ആരുമില്ലേ? ഹലോ? ചേട്ടനോ? ബെല്ലുപോലും അടിക്കണ്ടെന്താ അകത്തേക്ക് കയറി വന്നത്? അത് പിന്നെ അത് പിന്നെ ഇല്ല ചേട്ടാ. ഞാൻ അന്ന് കൊട്ടേഷൻ തന്നിട്ട് കറക്റ്റായിട്ട് അവന്റെ ഫോൺ അടിച്ചു മാറ്റി തന്നതല്ലേ? അയ്യോ, ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. അത് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഇച്ചിരി കള്ളത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നന്നായി. കണ്ടില്ലേ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത്? ഞാനിപ്പോ പിള്ളേർക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന വാദ്യരാണ്. കള്ളനിൽ നിന്ന് ടീച്ചറായോ? യെസ്. വലിയ മാറ്റം. ഞാനിപ്പോൾ വന്നത് ആരെ കാണാനാ? മോളെ കാണാൻ തന്നെ. എന്നെ കാണാനോ? യെസ്. എന്നെ എന്തിനാ കാണുന്ന? അവൻ പറഞ്ഞ ആ കുട്ടി മോളാണ്. മനസ്സിലായില്ലേ? ഞാൻ മോളോടായിട്ട് ആ നഗ്ന സത്യം പറയാം. മോളുടെ സ്വന്തം ഏട്ടനാണ് ഞാൻ. കൂടെ പറഞ്ഞ സ്വന്തം സത്യേട്ടൻ. എനിക്കങ്ങനെ ചേട്ടനും ഇല്ല, ഒരു ഫാമിലി ഇല്ല. എന്റെ പൊന്നേട്ടാ, ഒരു അച്ഛനും അമ്മയും പോലും ഇപ്പൊ കൂടെ ഇല്ലാത്ത ആൾക്കാണോ ചേട്ടനുള്ളത്? അതും എനിക്കറിയാം. മോള് മടത്തല ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലല്ലേ പഠിച്ചത് അല്ലേ? ആ കോൺവെന്റിലെ സിസിലി സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോൾക്കറിയാമോ, നമ്മുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. വെരി സ്ട്രിക്റ്റ് ഓഫീസർ. കുറ്റവാളികളുടെ പേടി സ്വപ്നം. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്നു. ഞാനും മോളും അമ്മയും അച്ഛനും കൂടെ അത്താഴം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ ഏതോ ചില ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. ആ ബോംബേറിൽ നമ്മുടെ അച്ഛൻ ഡെഡായി. യെസ്, പടിയായി. പിന്നെ അമ്മ എന്നെ നിന്നെ ഒക്കത്തെടുത്ത് വെച്ച് ഓടി 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 മടത്തറ സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ പാഞ്ഞു വന്ന ഒരു പാണ്ടി ലോറി അമ്മയും കൊണ്ടങ്ങ് പോയി. അമ്മയുടെ ഒക്കത്തിരുന്ന് നീ തെറിച്ച് മടത്തറ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ അമ്മത്തൊട്ടിൽ ചെന്ന് വീണു. അമ്മയടിച്ച ആ പാണ്ടി ലോറിയുടെ പകരം വിട്ടാനായി ഞാൻ ഓടി ആ ലോറിൽ വലിഞ്ഞു കയറി. എന്നിട്ട് ആ ലോറിക്കാരനോട് ചോദിച്ചു, എന്തിനടാ എൻ്റെ പാവം അമ്മയെ ഇടിച്ച് കൊന്നതെന്ന്. അപ്പൊ ആ ലോറിക്കാരൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ ലോറിക്ക് ബ്രേക്കില്ല എന്ന്. പിന്നെ ഓമാർ എന്നെയും കൊണ്ട് കളിക്കവല ബോർഡർ ക്രോസ് ചെയ്തു. അതിൽ പിന്നെ ഞാൻ കേരളം കണ്ടിട്ടില്ല. അച്ഛാ, അമ്മേ, എൻ്റെ കുഞ്ഞു പെങ്ങളെ ഞാൻ കണ്ടെത്തി അമ്മേ. ചേട്ടാ പിന്നെ കേരളത്തിൽ വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അന്ന് ഇവിടെ നമ്മുടെ വണ്ടി കക്കാൻ വന്നത് ചേട്ടൻ തന്നെയാണല്ലോ. വീണ്ടും എന്തിനാണ് ആ പഴയ കാര്യം പറയണത്? പണ്ട് കേരളത്തിൽ നിന്ന് പോയ ഞാൻ അന്നാണ് വീണ്ടും കേരളത്തിൽ തിരിച്ച് കാലുകുത്തിയത്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയ.